പരിസമാപ്തി വരയിൽ നിങ്ങളുടെ കണ്ണുകളെ കേന്ദ്രീകരിക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള കോലാഹലങ്ങളിലല്ല. മനീഷ കൊയ്രാളയുടെ ജീവചരിത്രത്തിലെ അമരതാരം എന്ന് പറയുന്ന ആ നിർണായക ഘട്ടത്തിൽ അവർ രാസചികിത്സയ്ക്ക്, നമ്മൾ പറയാറുള്ള കീമോതെറാപ്പിയുടെ ചികിത്സ വിജയകരമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. 11 മണിക്കൂർ നേരത്തെ ദീർഘമായ അർബുദത്തിൻ്റെ സർജറിക്ക് ശേഷം 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ ഭാഗമായിട്ടുള്ള രാസചികിത്സയ്ക്ക് അവർ വിധേയമാകുന്നു. രാസചികിത്സ ഏതാണ്ട് 16 സെഷനുകൾ രാസചികിത്സയാണ് പറഞ്ഞത്. അത് ഏതാണ്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന രാസചികിത്സയാണ്. അത് വളരെ ദുർഘടവും വളരെ വേദനാജനകവുമായിട്ടുള്ള ഒരു പിരീഡാണ്. അത് രാസചികിത്സയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്ന കാഴ്ചക്കുറവ്, ബലക്കുറവ്, സന്ധികൾക്ക് ബലക്കുറവ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നാഡിയിടിപ്പ്, ശരീരം, കൈകാലുകൾ വിറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു നടിക്ക്, ഏറ്റവും സുന്ദരിയായ, ഇന്ത്യയിൽ ഏറ്റവും ബോളിവുഡിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഏഷ്യയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ പലപ്പോഴും ഇന്ത്യയിൽ നിന്നും ഏഷ്യയിൽ നിന്നും പോകുന്ന സിനിമകളിൽ അറിയപ്പെടുന്ന സുന്ദരിയായ ഈ സ്ത്രീക്ക് വന്നിരിക്കുന്ന ഈ ദുർഗതിയെക്കുറിച്ച് അവർ തന്നെ വല്ലാതെ വിലപിക്കുന്ന ഒരു സാഹചര്യം പറയുന്ന അമരതാരത്തിൽ അവർ ഇപ്പോൾ രാസചികിത്സയുടെ ഫലമായിട്ട് അവർ രോഗമുക്തമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ രോഗമുക്തമാകുന്ന രാസചികിത്സ 16 സെഷനുകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ 14 സെഷനിലേക്ക് അത് നിർത്തുന്നു. ഡോക്ടർ വിക്കി മാക്കർ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയാണ് അവരെ ചികിത്സിക്കുന്നത് രാസചികിത്സയ്ക്ക്. അവർ പറയുന്നു, മനീഷ തൻ്റെ ശരീരം യഥാർത്ഥത്തിൽ രാസചികിത്സയ്ക്ക് വളരെയധികം സഹകരിച്ചു, നല്ല രീതിയിൽ രാസചികിത്സ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 16 സെഷൻ എന്നുള്ളത് 14 സെഷനായിട്ട് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ അവർക്ക് വല്ലാത്ത ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നുണ്ട്. എങ്കിലും രാസചികിത്സയുടെ ഭാഗമായിട്ടും സർജറിയുടെ ഭാഗമായിട്ടും ഉണ്ടായിരിക്കുന്ന വേദനകളും അതിൻ്റെ അനന്തരഫലങ്ങളും അവരിനി ശരീരത്തിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് മുക്തയായിട്ട് ആക്റ്റീവായിട്ട് മാറുക എന്നുള്ളതിലേക്കുള്ള ഒരു പ്രയത്നത്തിലേക്കാണ്. അത് വളരെ ദീർഘനാളത്തെ ചികിത്സയുടെ ഭാഗമായിട്ട് ദീർഘനാളത്തെ നല്ല ഭക്ഷണങ്ങൾ, അത് അവർ പറയുന്നത് ശരിക്കും റെയിൻബോ ഫുഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന മഴവിൽ വർണ്ണങ്ങളിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അവർ ശരിയാകുക, നന്നാകുക, ശരീരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതൊക്കെ പറയുന്നത്. ഈ റെയിൻബോ വർണ്ണങ്ങളിലുള്ള എന്ന് പറയുന്നത് തന്നെ വെജിറ്റേറിയനാണ്. അവർ യഥാർത്ഥത്തിൽ നേരത്തെ നോൺ വെജ് ആയിരുന്നു, മാംസാഹാരങ്ങൾ കഴിക്കുന്നതായിരുന്നു. പക്ഷേ അവരുടെ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് അവർ ശക്തമായൊരു തീരുമാനം എടുത്തു, എനിക്കിനി നോൺ വെജ് വേണ്ട, ഞാൻ വെജിറ്റേറിയനായി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. അതുകൂടാതെ അവർ അതിനു വേണ്ടി തന്നെ അവിടുത്തെ രാസചികിത്സ കഴിഞ്ഞുകൊണ്ട് നേരിട്ട് ബോംബെയിലേക്ക് തിരിച്ചു വരുന്നു. ബോംബെയിൽ തിരിച്ചു വരുന്ന സമയത്ത് അവർ തലമുടിയെല്ലാം കൊഴിഞ്ഞുപോയി. രാസചികിത്സയുടെ ഭാഗമായിട്ട് തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വളരെ പ്രയാസപ്പെട്ട്, ഇതെങ്ങനെ എത്രയും സുന്ദരിയായിട്ട് നല്ല ശക്തമായ കനമുള്ള മുടിയുള്ള ഞാൻ, വളരെ സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്ന ഞാൻ ഇനി എങ്ങനെ ബോംബെയിൽ വന്ന് എനിക്ക് പരിചിതമായ ഒരു സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെയുള്ള ആശങ്ക അവരെ അലട്ടുമ്പോൾ യഥാർത്ഥത്തിൽ പ്ലെയിനിൽ വെച്ച് തന്നെ അവർ ഹൃതിക് റോഷനെ കാണുന്നു. ഹൃതിക് റോഷനെ കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് അന്താളിക്കുന്നു, അവർ ഭയചകിതയാകുന്നു. എങ്കിലും ഹൃതിക് റോഷൻ വളരെ സംയമനത്തോടുകൂടി, വളരെ സൗഹാർദ്ദത്തോടുകൂടി, വളരെ സ്നേഹപൂർവ്വം അവർക്ക് ചിയേഴ്സ് പറയുന്നു. മനീഷ, നിൻ്റെ ശരീരം ഇപ്പോൾ തിളങ്ങുന്നുണ്ട്, നീ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം വരുന്നു. അതും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. അത് കഴിഞ്ഞ് ബോംബെയിൽ വന്ന് അവർ ലാൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങി ഇടയിൽ കൂടി, ആളുകളുടെ തിരക്കിനിടയിൽ കൂടി ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി ഓടി അവരുടെ വീട്ടിലേക്ക് വരുന്നു. വന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതും വളരെ നിർണായകമാണ്. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരുന്ന മാനേജർ എന്ന് പറയുന്ന മോണ എന്ന് പറയുന്ന സ്ത്രീക്ക് നേരത്തെ തന്നെ നിർദ്ദേശം ന്യൂയോർക്കിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു. അവർ ബോംബെയിലേക്ക് വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വീട് അണുവിമുക്തമാക്കി ഇരിക്കണം, മൂട്ട, ഉറുമ്പ് തുടങ്ങിയ സംഭവങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. അവർ അത്തരത്തിൽ തന്നെ വളരെ ശുദ്ധമായിട്ട് വീട് വൃത്തിയാക്കി വെച്ചിരുന്നു. ആ വീട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു. അവിടെ അവരുടെ കൂടെ തന്നെ മനീഷയുടെ അമ്മയും അച്ഛനും ന്യൂയോർക്കിൽ ചികിത്സ കഴിഞ്ഞ് കൂടെ വന്നിട്ട് 3 മാസം കൂടെ തങ്ങുവാൻ, അവരുടെ കൂടെ മകളെ പരിപാലിക്കുവാൻ വേണ്ടി അവരവിടെ സ്റ്റേ ചെയ്യുന്നു. അതുകൂടാതെ മുംബൈയിലും കാഠ്മണ്ഡുവിൽ നിന്നുമുള്ള മനീഷയുടെ സുഹൃത്തുക്കൾ നിരവധി പേരവിടെ വരുന്നുണ്ട്. ഈ വരുന്നവരിൽ പലരും പല രീതിയിലാണ് അവരെ സഹായിക്കുന്നത്. വ്യക്തിപരമായ അവരുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിലുപരി, നടത്തിച്ചു കൊടുക്കുന്നതിലുപരി അവരിൽ പലരും പല ടീമുകൾ, അതായത് കാഠ്മണ്ഡുവിൽ നിന്നാണെങ്കിലും ബോംബെയിൽ നിന്നുള്ളവരാണെങ്കിലും പല വ്യത്യസ്ത രീതിയിലുള്ള യോഗയും ഭക്ഷണക്രമങ്ങൾക്കുള്ള
രീതികളും ഒക്കെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടീമും, അതുകൂടാതെ യോഗ ചെയ്യുന്നതിനും വ്യായാമം ചെയ്യിക്കുന്നതിനും ഒക്കെയുള്ള ആ, പല പല ഘട്ടത്തിൽ ഇവരെ എങ്ങനെ ആരോഗ്യവതിയായി പൂർണ്ണ ആരോഗ്യവതിയായി പഴയ രീതിയിൽ ഒരു സുന്ദരിയായി തന്നെ ഇന്ത്യൻ സിനിമയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ വന്നിരിക്കുന്ന ടീമിനുണ്ട്. അവരെ മനീഷ വിശേഷിപ്പിക്കുന്നത് മുംബൈ ടീം, എൻ്റെ മുംബൈ ടീം എന്നാണ് പറയുന്നത്. മുംബൈ ടീമെന്നും അതുപോലെ കാഠ്മണ്ഡുവിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കളും എന്ന് പറയുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ശരിക്കും വ്യത്യസ്തമായ രീതിയിൽ ജീവിതചര്യകൾ നടത്തിയിരിക്കുന്ന ആധ്യാത്മിക ഗുരുക്കളും യോഗാചാര്യന്മാരും തുടങ്ങി ഫിസിക്കൽ ട്രെയിനിങ്ങിന് പറ്റിയവർ ഉൾപ്പെടെ വന്നിരിക്കുന്നു. എന്നാൽ ഡോക്ടർ ഡെന്നിസ് ജി എന്ന് പറയുന്നവരുടെ സർജറി ചെയ്ത ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നു, അടിവയറ്റിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്ന, ആയാസം നൽകുന്ന ഒരു തരത്തിലുള്ള വ്യായാമവും മുറകളും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് മറ്റ് ശരീരഭാഗങ്ങളെ തന്നെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യായാമങ്ങളും നല്ല രീതിയിലുള്ള ഭക്ഷണവും കഴിച്ച് അവർ രോഗമുക്തയായി എന്ന് പറയുന്നു. രോഗമുക്തയായി എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം അവർ 108 മണികളുള്ള മുത്തുമണികളുള്ള ജപമാല ഉരുവിടുന്നു. അവർ അത് ശിവഭക്തിയുടെ ഭാഗമായിട്ട് അവർക്ക് നേരത്തെ വീട്ടിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് സന്യാസിമാർ നൽകിയൊരു 108 മണി ജപമാലയാണ്. അതവർ നിത്യേന 3 നേരം ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ ഫലം അവർ എല്ലാ കാലത്ത് ഈ കാലഘട്ടത്ത് അത്രയും ഈ രോഗം അർബുദം ബാധിച്ചിട്ട്, അത് ഒവേറിയൻ ക്യാൻസറാണ്, അത് ബാധിച്ച് അവർ പാടുപെട്ട് മുന്നോട്ട് പോകുമ്പോഴെല്ലാം തന്നെ അവരെ ഏത് രീതിയിലെങ്കിലും സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാവരെയും അതാത് സമയങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവർ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ അമരതാരത്തിൽ ഉടനീളം കാണുന്നത്.